ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്കിന്ധനം കൂടിയ ഇന്നലെ ജൂൺ 9 തിങ്കളാഴ്ച പൊതുവെ എല്ലാ സിനിമകൾക്കും കളക്ഷൻ കുറവായിരുന്നു. ആസിഫ് അലി നായകനായി നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ജൂൺ 6 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടിയ സിനിമയാണ്. ഈ സിനിമ തന്നെയാണ് ഇന്നലെ തിങ്കളാഴ്ചയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് കേരളത്തിൽ 2,40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 35 ലക്ഷം റേഞ്ചിലാണ്. ടോട്ടൽ 4 ദിവസം കൊണ്ട് 2,75,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 4.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ടോവിനോ തോമസ് നായകനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന സിനിമ 18-ാം ദിവസമായ തിങ്കളാഴ്ചയാണ് ഇന്നലെ കടന്നുപോയത്. ചിത്രം ആദ്യ 17 ദിവസം കൊണ്ട് കേരളത്തിൽ 15,92,00,000 രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 18-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 23 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് 16,15,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ 17 ദിവസത്തെ GCC ഓവർസീസ് കളക്ഷൻ സംബന്ധമായ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ ആദ്യ 17 ദിവസം കൊണ്ട് 8,80,00,000 രൂപയാണ് വിദേശ കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉൾപ്പെടെ ആദ്യ 18 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 28 കോടിക്ക് മുകളിലാണ് നരിവേട്ട നേടിയെടുത്തിരിക്കുന്നത്. ജൂൺ 6 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തി തരംഗമായി മാറിയിരിക്കുന്ന ചോട്ടാ മുംബൈ 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും മികച്ച കളക്ഷനാണ് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ചിത്രം തിയേറ്ററിലെത്തി വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 1,66,00,000 രൂപയായിരുന്നു. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച 34 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് 2 കോടി കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 2,25,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. പുതുതായി തിയേറ്ററിലെത്തുന്ന പല സിനിമകൾക്കും നേടിയെടുക്കാൻ കഴിയാത്ത സാമ്പത്തിക നേട്ടമാണ് ചോട്ടാ മുംബൈ എന്ന റീ റിലീസ് ചിത്രം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം കമലഹാസൻ നായകനായി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യ 4 ദിവസം കൊണ്ട് 2,30,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 4 ദിവസം കൊണ്ട് 34,10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 3,60,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,50,00,000 രൂപയും കളക്ട് ചെയ്ത് ടോട്ടൽ 42,50,00,000 രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 4 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ 40 കോടി രൂപയാണ്. അങ്ങനെ 82,50,00,000 രൂപയാണ് ഈ സിനിമ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 14 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 5 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 2,44,00,000 രൂപയുമാണ്. 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തഗ് ലൈഫിന്റെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 87 കോടി റേഞ്ചിലുമാണ്. ദിലീപ് പ്രധാന താരമായി നവാഗതനായ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് മെയ് 9 തിയേറ്ററിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആദ്യ 31 ദിവസം കൊണ്ട് കേരളത്തിൽ 17,02,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 32-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 5 ലക്ഷം രൂപയാണ്. ടോട്ടൽ 17,07,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 25 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് 8 തിയേറ്ററിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പടക്കളം. നവാഗതനായ മനു സ്വരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ രാത്രി ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചിത്രം OTTയിലേക്ക് വന്നെങ്കിലും 33-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 4 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു. ടോട്ടൽ 12,48,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 33 ദിവസത്തെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 17,18 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽജി എന്നിവർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ചിത്രം ഞായറാഴ്ച വരെയുള്ള ആദ്യ 17 ദിവസം കൊണ്ട് 4,64,00,000 രൂപയായിരുന്നു കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നത്. 18-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 4 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 4,68,00,000 രൂപയാണ് ഈ സിനിമയുടെ 18 ദിവസത്തെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 6.5-7 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.